കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ റാങ്ക് ഡിറ്റർമിൻ ചെയ്യുന്നതിൽ ഫിസിക്സിൻ്റെ റോൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഫിസിക്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. BNC സെൻറ്റർ ഫോർ ഫിസിക്സ് ഫിസിക്സിന് വേണ്ടി മാത്രം ഉള്ള ഒരു കോച്ചിങ് സെൻ്ററാണ്. ഇവിടെ നടക്കുന്ന ഒരു ഫിസിക്സ് ക്രാഷ് കോഴ്സിനെ പറ്റി പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി വരാൻ പോകുന്ന നീറ്റ്, കീം, CUET ഈ 3 കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്കും ഫിസിക്സിലെ മുഴുവൻ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുട്ടിയെ പ്രാപ്തമാക്കുന്ന രീതിയിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കോഴ്സിൽ നമ്മൾ 4 സ്റ്റെപ്പായിട്ടാണിത് ഈ കോഴ്സ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ +1, +2 ടോപ്പിക്സ് ഓരോ ചാപ്റ്റേഴ്സും ബ്രീഫായിട്ട്, ഇവരുടെ NCERT ടെക്സ്റ്റ് ബുക്ക് സിലബസ് ആണ്, റെഡ്യൂസ്ഡ് സിലബസ് അല്ല. NCERT ടെക്സ്റ്റ് ബുക്ക് സിലബസ് ആണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് പരീക്ഷകളുടെ സിലബസ്. അത് ഓരോ ചാപ്റ്ററിലെയും കോൺസെപ്റ്റുകൾ ബ്രീഫായിട്ട്, ഇക്വേഷൻസ്, ഷോർട്ട് കട്ട് ഇക്വേഷൻസ് ബ്രീഫായിട്ട്, വളരെ ബ്രീഫായിട്ട് പറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് മോഡ്യൂൾ വൈസ് ഓരോ ചാപ്റ്ററിലെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അതിൽ ഒരു പിടി ക്വസ്റ്റ്യൻസിലേക്കുള്ള വഴികൾ തുറക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഫാക്കൽറ്റിയുടെ ഹെൽപ്പോട് കൂടി നിങ്ങളെ കൊണ്ട് വർക്കൗട്ട് ചെയ്യിപ്പിക്കും. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പരീക്ഷയാണ്. ഇപ്പം എന്ത് കാര്യം ചെയ്യുന്നത്, ഇപ്പം നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം പരീക്ഷ എഴുതാതെ ഒരു പ്രാക്ടീസും ഇല്ല. അതുകൊണ്ട് നമ്മൾ ടൈം ബൗണ്ട് ചെയ്തിട്ട് ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ പരീക്ഷ നടത്തും. ഇനിയാണ് ഫോർത്ത് സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പ്. കുട്ടികൾ പരീക്ഷകൾ അറ്റൻഡ് ചെയ്തു, ഇതിനകത്ത് അവർക്ക് കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടാവാം. പിന്നെ അവരുടേതായ സോഴ്സിൽ നിന്ന് അവർക്ക് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് അവർ ചെയ്തതിലുള്ള ഡൗട്ട് ഉണ്ടാവാം. ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ +1, +2 എല്ലാ ചാപ്റ്റേഴ്സും ഡീൽ ചെയ്യുന്ന ഒരു ഫാക്കൽറ്റി നിങ്ങളുടെ ഒപ്പം ഇരിക്കുകയാണ്. എന്നിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്ത് പഠിക്കുകയാണ്. ഈ ഒരു ഫെസിലിറ്റി വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇൻറ്റൻസീവ് വർക്കിന് നിങ്ങൾ റെഡിയാണോ എങ്കിൽ BNCU ആയിട്ട് കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.